ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ 2 ആഴ്ച മുന്നേ വെണ്ടക്ക കുരു നട്ടിരുന്നു. അപ്പോൾ ഓരോ കുരു നട്ടത്, പക്ഷെ അറിയാതെ ഒരു ഗ്രോ ബാഗിൽ ഒരു കുരു എക്സ്ട്രാ ചാടി. അപ്പോൾ ഒരു ഗ്രോ ബാഗിൽ ഒരു വെണ്ടക്ക തയ്യേ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ ആ വെണ്ടക്ക പറിച്ച് വേറൊരു ഗ്രോ ബാഗിലേക്ക് നടുകയാണ്. ഈ ഗ്രോ ബാഗിൽ എനിക്ക് നല്ല വിളവ് കിട്ടിയ ഒരു വെണ്ട തൈയാണ്. നല്ല വിളവ് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഈ ഗ്രോ ബാഗത്തെ വിളവ് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത തൈ നമുക്ക് അവിടെ ഏതായാലും എക്സ്ട്രാ കിടക്കല, അപ്പോൾ ആ തൈ ഇതിലേക്ക് പറിച്ച് നടാന്ന് കരുതി. ഇതിലേകദേശം നല്ല ഒരു 20ഓളം വെണ്ടക്ക എനിക്ക് ഈ ഒറ്റ മരത്തുമെന്ന് എനിക്ക് കിട്ടി. ഈ മരത്തുമെന്ന് കണ്ടോ, ഇതൊക്കെ ഏകദേശം ഫുള്ള് പറിച്ച് കഴിഞ്ഞ് മുരടായത്. എന്നിട്ടും കായ്ക്കുന്നുണ്ട്. ഇല ഒക്കെ മുരണ്ടിട്ടും വെണ്ടക്ക കായ്ച്ചുകൊണ്ടിരിക്കുക. 1, 2, 19ഓളം വെണ്ടക്ക ഇതാദ്യം ഈ തൈമെന്ന് പറിച്ചിരുന്നു. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഇലയൊക്കെ പോയി. അടിയിൽ കായ് ഉണ്ടാകുന്നുണ്ട്, എന്നാലും നമുക്ക് വേറെ തൈ നടാം. അപ്പോൾ അടിയിൽ നമുക്കൊരു വേറെ തൈ നട്ട് കഴിഞ്ഞാൽ ഇതിനെ തന്നെ സപ്പോർട്ട് ചെയ്ത് കണ്ട് നമുക്ക് നല്ലൊരു അടുത്ത വെണ്ടക്കയും പറിക്കാം. അപ്പം അവിടെ ഏതായാലും തൈ എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറിച്ചിട്ട് ഞാൻ ഇതിലേക്ക് നടുകയാണ്. നല്ലൊരു തൈയാണ്. നല്ലൊരു പച്ച വെണ്ടയ്ക്കാണ്, നാടൻ വെണ്ടയ്ക്കാണ്. അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ ഗ്രോ ബാഗിന് അപ്പോൾ റെസ്റ്റ് ഇല്ല. കാരണം ഒരു വിള കഴിഞ്ഞാൽ അടുത്ത വിള സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വേറൊരു തൈയും കൂടി എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പം ഗ്രോ ബാഗും വെണ്ടക്ക കഴിഞ്ഞത് മരമുണ്ടായിരുന്നു. അപ്പം ഒന്നുകൂടി പറിച്ചു. നമുക്ക് അതും കൂടി നമുക്കത് നട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇതും ഏകദേശം കഴിഞ്ഞ വെണ്ടയ്ക്കാണ് തൈയാണ്. അപ്പം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ നടാം വെണ്ടക്ക. അത് നട്ടു. അപ്പോൾ നമുക്ക് ആ ഗ്രോ ബാഗ് വേസ്റ്റ് ആവില്ല. ഇനിയിപ്പോൾ ആ വെണ്ടക്ക പറിച്ച് കളഞ്ഞാലും അടുത്ത വെണ്ടക്ക ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഒപ്പം ആ ബാച്ചിൽ വന്ന വെണ്ടക്ക തന്നെയാണ്. പക്ഷേ ഇതിൽ നമ്മൾ നടാത്തൊരു മുളക് അതിൽ മുളച്ചു. നമ്മൾ നടാതെ അതിലൊരു മുളക് മുളച്ചിരുന്നു. അപ്പോൾ അത് തന്നെ മതി. അപ്പോൾ നമുക്ക് മുളകുമായി. ഇത് ഞാൻ കുരു നട്ടതൊന്നുമല്ല. പൊതുവെ